സമയം ഇപ്പം 4:20. നമ്മളിപ്പോൾ ഉള്ളത് കുളുക്കുമല ക്യാമ്പിലാണ് ഇപ്പോൾ ഉള്ളത്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ആ ഒരു സൺറൈസ് കാണാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഇതാണ്ടോ നമ്മുടെ ക്യാമ്പ്. ഞങ്ങൾ ഇന്നലെ സ്റ്റേ ചെയ്ത ക്യാമ്പ് ഇതാണ്. ക്യാമ്പൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. ഭയങ്കര ഭംഗിയാണ് ആ ഒരു ഏരിയയൊക്കെ കാണാനൊക്കെ ആയിട്ട്. ഇതാണ്ടോ ഞങ്ങൾ ഇന്നലെ ഫുഡൊക്കെ കഴിച്ച ഒരു സ്ഥലം. ഇനിയിപ്പോൾ നേരെ ജീപ്പിൽ കയറാനായിട്ടാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ ജീപ്പിൽ കയറി. ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ ആ ഒരു കുളുക്കുമലയുടെ ആ ഒരു എൻട്രി അങ്ങോട്ടേക്കാണ് ഇനിയിപ്പോൾ പോകുന്നത്. അങ്ങനെ നമ്മൾ ആ ഒരു കുളുക്കുമലയുടെ ആ ഒരു എൻട്രി പോയിന്റിലേക്ക് എത്തി. ഇവിടെ കണ്ടില്ലേ, ഇഷ്ടംപോലെ ജീപ്പുകളും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ വന്നാലും ഇവിടെ നിന്നൊരു ജീപ്പ് അറേഞ്ച് ചെയ്താണെങ്കിലും നമുക്ക് പോവാം. എൻ്റെ കൊണ്ടുവരുന്നുണ്ടല്ലോ ഒരു പേപ്പർ. നമ്മൾ ആ ഒരു പേപ്പർ നമ്മൾ ഫില്ല് ചെയ്ത് വേണം കൊടുക്കാൻ. അതിനകത്ത് വേറെ ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ പേരും ഏജും ഇത്ര പേരൊക്കെ ഉണ്ട്, എല്ലാവരുടെ പേരും എഴുതുക. പിന്നെ അത് മാത്രമല്ല നമ്മുടെ കൂടെയുള്ള ഒരാളുടെ ഫോൺ നമ്പറും അവരുടെ അഡ്രസ്സും നമ്മൾ എഴുതിയിരിക്കണം. ഇതിന് നമ്മൾ അവിടെ കൗണ്ടറിൽ കാണിച്ച് അവരുടെ നിന്ന് അപ്രൂവൽ വാങ്ങിച്ചിട്ട് വേണം ഞങ്ങൾക്ക് ഇനി ഇവിടെ നിന്ന് പോകാൻ. അതുവരെ നമുക്കിങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നിൽക്കാം. അങ്ങനെ നമുക്ക് നമ്മുടെ ആ ഒരു ടിക്കറ്റ് നമ്മുടെ കൈ കിട്ടിയിരിക്കുകയാണ്. ഇനി നമ്മുടെ ആ ഒരു കൊടുക്കുവാനായിട്ട് നമ്മൾ എൻട്രി ചെയ്തു. ഇനിയിപ്പോൾ അങ്ങോട്ട് കുറേ നല്ല നല്ല റോഡുകളും കുറേ മോശമായ റോഡുകളും അതിമനോഹരമായ കാഴ്ചകളും കാണാനായിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു യാത്ര. ഇതാണ്ടോ നമ്മുടെ വേൾഡിൽ തന്നെ ഹയസ്റ്റ് ടിപ്പ് ഫാക്ടറി എന്ന് പറയുന്നത്. അവിടെ നമ്മൾ അതോടെ ടിക്കറ്റ് നമ്മൾ കാണിച്ചു. പിന്നെ ഇവിടുത്തെ പോകുമ്പോൾ അത്യാവശ്യം നല്ല റോഡുകളൊക്കെ ആയിരിക്കും. പിന്നെ നല്ല നല്ല കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഫുള്ളൊരു തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. ഇനി ഒരു ചെറിയൊരു വില്ലേജ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അത് കഴിഞ്ഞാൽ പിന്നെ ഇതേപോലത്തെ കഷ്ട ഓഫ് റോഡായിരിക്കും. ഓഫ് റോഡൊക്കെ വെറുതെ പറയുകയാണെങ്കിൽ ഒരു എക്സ്ട്രീം ഓഫ് റോഡ് ശരിക്കും ഇളക്കി മറിച്ച് എടുത്ത എല്ലാവരും. ആക്ച്വലി ഇവിടെ നമുക്ക് 2 തരത്തിൽ വരാം. അതല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ക്യാമ്പ് ബുക്ക് ചെയ്തിട്ട് വരാം. അതല്ലെന്നാണെങ്കിൽ ഇവിടെ ഏർലി മോർണിംഗ് നമ്മൾ ഇവിടെ എത്തുവാണെങ്കിൽ നമ്മുടെ ജീപ്പ് ഉണ്ടാവും. ജീപ്പിന് ഒരു ചാർജ് ചെയ്യുന്നത് 2500 ഫോർ 6 പേഴ്സൺ ആണ്. ഇപ്പോൾ 6 പേഴ്സൺ ഇല്ലെങ്കിലും 2500 കൊടുത്താൽ അവരൊരു ജീപ്പ് നമുക്ക് വേണ്ടി തരും. അതല്ല ക്യാമ്പ് വഴി വേണ്ടതാണെങ്കിൽ ക്യാമ്പുകാർ തന്നെ നമുക്ക് ജീപ്പ് അറേഞ്ച്മെൻറ്റ് കാര്യങ്ങളെല്ലാം അവർ നോക്കിക്കോളും. ചെന്നിരുന്നാൽ മാത്രം മതി. ഓഫ് റോഡിൻ്റെ കാര്യത്തിൽ രക്ഷയില്ലട്ടോ. ശരിക്കും എന്താ കീഴിലെത്തുമ്പോഴേക്കും ഒരു തീരുമാനം. അത് വയ്യാത്തവരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ്. ഇതിനോടെ കണ്ടു ഇഷ്ടംപോലെ വണ്ടികൾ ഇങ്ങനെ ക്യൂ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇതേ നോക്കി അവിടെ ആ ഒരു ഷെയ്ഡൊക്കെ വന്നാണ് ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ശരിക്കും എനിക്ക് കാണാൻ പറ്റുന്നില്ല, പക്ഷേ ഞങ്ങൾക്കത് അത്ര വിധബിളായിട്ട് അതിലും മനോഹരമായിട്ട് കാണാം. പിന്നെ ഇത് ആ കാണുന്ന ലൈറ്റ്സൊക്കെ കണ്ടു. അത് ഒരിക്കലും കടകളോ വീടുകളോ ഒന്നും അതിൽ കേട്ടോ. നമ്മളിങ്ങോട്ട് കയറി വരുന്ന ആ ഒരു വണ്ടികളാണ്, ഫുൾ ജീപ്പുകളാണ് അവർ വരുന്നത്. പിന്നെ നമ്മുടെ ഫ്രണ്ടിൽ പോകുന്ന ഏതൊരു വണ്ടി അത് ബ്രേക്ക് ഡൗൺ ആയി. സോ ഒരു വണ്ടി ബ്രേക്ക് ഡൗൺ ആയാൽ പിന്നെ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ക്യൂ ആയിട്ട് നിൽക്കേണ്ടി വരും. അതാണ് ഇവിടുത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ. കണ്ട ഇഷ്ടംപോലെ വണ്ടികൾ അങ്ങനെ കയറി വരുന്നുണ്ട്. സോ അപ്പോൾ നമ്മുടെ ആ ഒരു കൊടുക്കുമല ആ ഒരു സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ ജീപ്പ് പാർക്ക് ചെയ്ത് ഇവിടെ ഇറങ്ങി ഇവിടെ നിന്നൊരു 100 മീറ്റേഴ്സ് നമുക്ക് നടക്കാനുണ്ട്. സോ അത് നമുക്ക് നടന്നേ പറ്റൂ. അങ്ങോട്ടേക്ക് ജീപ്പൊന്നും കയറില്ല. നമ്മളാ നടക്കുന്ന ഒരു വഴിയാണ് കേട്ടോ അത്. ഇവിടെ ഭയങ്കര കാറ്റെന്ന് വെച്ചാൽ ഭയങ്കര കാറ്റായിരുന്നു.
ആക്ച്വലി നമ്മൾ നല്ലൊരു ക്ലൗഡ് ബെഡും കാര്യങ്ങളൊക്കെ കാണണം എന്ന് വിചാരിച്ചാണ് വന്നത്. പക്ഷെ ഭയങ്കര ഭംഗിയായിട്ട് എൻ്റെ മുകളിലിരുന്ന് ഇങ്ങനെ കണ്ടിട്ട് സൂര്യനൊക്കെ ഇങ്ങനെ ഉദിച്ചു തന്നെ കാണാനായിട്ട് ഭയങ്കര ഭംഗിയായിരുന്നു. ലൈഫിൽ ഒരു തവണയെങ്കിലും ഇവിടെ നിന്ന് ഒരു എക്സ്പീരിയൻസ് ചെയ്യാം. മെയിൻലി ഇവിടുത്തെ ഓഫ് റോഡും ഈ ഒരു വൈബും. പിന്നെ നല്ല തിരക്കാണ് ഇവിടെ. വീക്കെൻഡ്സ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ്. ഇവിടുത്തെ ഭംഗി അതൊരു രക്ഷയില്ല കേട്ടോ. ഭംഗി ഒരു സൈഡ് നല്ല സൂര്യനും പിന്നെ ഈ ഒരു സൈഡ് നല്ല തേയിലത്തോട്ടവും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല വൈഡായിട്ട് കാണാം. എല്ലാവരും നല്ല കെയർഫുള്ളായിട്ട് തന്നെ കയറുക. ഭയങ്കര ഡേഞ്ചറാണ്. അപ്പുറപ്പുറം കാലിടറിയ നേരെ താഴത്ത് കിടക്കും ഉറപ്പുള്ളായിരുന്നു. ഇനിയിട്ടാണ് ടു ആ ജാഗ്വർ റോക്ക് എന്ന് പറയണത്. നോക്കി ഇവിടെ ഭയങ്കര തിരക്കാണ്. ഭയങ്കര എന്ന് വെച്ചാൽ ഭയങ്കര തിരക്ക് എൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കാനായിട്ട്. മര്യാദക്കൊരു ഷോട്ട് പോലെയും കിട്ടിയില്ല എന്നിട്ട്. അവസാനം എനിക്ക് മതിയായി. ഞാൻ നൈസായിട്ട് അവിടെ നിന്ന് മാറി. നൈസായിട്ട് അവിടെ നിന്ന് മാറിയിട്ടതേ ഈ ഒരു സ്ഥലത്ത് വന്നിരുന്നു. ഇവിടെ ഇരുന്ന് ഭയങ്കര പീസ്ഫുള്ളായിരുന്നു. ഭയങ്കര അടിപൊളിയായിരുന്നു ഇവിടെ ഇരിക്കാനായിട്ട്. അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു ടൈം കഴിഞ്ഞു. പുള്ളി ഒരു 7:30 കഴിയുമ്പോൾ വരണമെന്നാണ് നമ്മളോട് പറഞ്ഞത്. ഇപ്പം തന്നെ ടൈം 8 ആയി. സോ അപ്പം നമ്മളങ്ങനെ തിരിച്ച് പോവുകയാണ്. ഇനി ഇവിടുത്തെ വണ്ടി വളക്കാനായിട്ട് കഷ്ടപ്പെടാന്നിട്ട് ഞങ്ങളും കുറേ നേരം അങ്ങനെ നിന്നു വളക്കാൻ വേണ്ടി. ഇനിയിപ്പോൾ വന്ന വഴികളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കാണിച്ചു തരാം എല്ലാവരും. അവിടെ കാണുന്ന ആ ഒരു ഓറഞ്ച് ആ ഒരു സംഭവം വേണ്ട, അതാണ് കേട്ടോ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലോങ്ങസ്റ്റ് സിപ്പ് ലൈൻ. ഏതാണ്ട് 1.8 കിലോമീറ്ററാണ് ആ സിപ്പ് ലൈൻ്റെ ദൂരം എന്ന് പറഞ്ഞത്. ഇവിടെ നോക്കി അതിൻ്റെ ആ ഒരു എൻഡിങ് പോയിൻ്റ് പോലും നമുക്ക് കാണാൻ പറ്റില്ല. അതിനകത്ത് ഓൾമോസ്റ്റ് ഏതോ 4,000 റുപ്പീസാണ് അവർ വീക്ക് ഡേയ്സ് ചാർജ് ചെയ്യണത്. ആൻഡ് വീക്കെൻഡ്സിൽ അവർ 5,000 വരെയാണ് ചാർജ് ചെയ്യുന്നത്. സീസണിൽ 5,000 ആവും എന്നാണ് അവർ ഡ്രൈവർ നമ്മളോട് പറഞ്ഞത്. അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. ഇപ്പോൾ അത് കറൻ്റ്ലി അത് ക്ലോസ്ഡ് ആണ്. അങ്ങനെ നമ്മൾ തിരിച്ച് ക്യാമ്പ് സൈറ്റിലെത്തി. ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് കുറച്ച് നേരം കിടന്ന് ഒന്ന് ഉറങ്ങാം. അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഒരു ചെറിയൊരു ഉറക്കം കഴിഞ്ഞ് നമ്മൾ അങ്ങനെ എണീറ്റു. ഇനിയിപ്പോൾ നിന്നിട്ട് നേരെ വീട്ടിലോട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വ്ലോഗ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇതായിരുന്നു ഞങ്ങളുടെ 2 ഡേ ട്രിപ്പ്. ഇതിന് മുമ്പ് ഒരു വീഡിയോ കൊണ്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ
കണ്ടവർ അതും കണ്ടവർ രണ്ടും കാണേണ്ടതാണ്. ഇപ്പോൾ നമ്മളങ്ങനെ തിരിച്ച് ബാക്ക് ടു നോർമൽ ലൈഫ്. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം നല്ലൊരു വീഡിയോസൊക്കെ വരാം. സോ അതുവരെ എല്ലാവർക്കും ഉണ്ടായി. ഗ്യാപ്പ് റോഡ് പ്ലസ് ഒരു ലൈറ്റ് മഴ, അതൊരു വേറൊരു ഫീല് തന്നെ കേട്ടോ ഇത്.